ഇന്ന് നമുക്ക് ഇതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ ഷുഗർ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തിട്ട് എടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ട ഇതൊന്ന് കാരമലാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചിട്ടൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കുക. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അതിലേക്കുള്ള മുട്ടയുടെ മിക്സ് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് 6 കോഴിമുട്ട മുഴുവനായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. 1.5 ടീസ്പൂണ് വനില എസൻസും 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് നേരത്തെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു കാരമലിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു അരിപ്പ വെച്ചിട്ടൊക്കെ ഒഴിച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പിൽ ഒരു കുഴി പോലെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു 30 തൊട്ട് 35 മിനിറ്റ് വരെ നമുക്ക് ഇതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സ്റ്റീം ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അതൊരു 35 മിനിറ്റിന് ശേഷം കറക്റ്റായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചൂട് മാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടെല്ലാം മാറിയ ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത ശേഷം കേട്ടോ കട്ട് ചെയ്യുന്നത്. ഒരു 2-3 മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ഏറ്റവും സിമ്പിളായിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള കാരമൽ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു കാരമൽ പുഡിങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ പുഡിങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലത്തെ നല്ല അടിപൊളി റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. താങ്ക്